സർ, അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം നാൾക്ക് നാൾ വഷളായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ സൗദിയിൽ നിന്ന് പുറത്തു വരുന്നൊരു വാർത്ത, ഇറാന്റെ ഏക ചാരക്കപ്പൽ അത് അമേരിക്ക മുക്കിയെന്നാണ്. വാസ്തവം എന്തായിരിക്കും? ചെങ്കടലില് ഈ സാഗ്രോസ് എന്ന് പറഞ്ഞ റെക്കനൈസൻസ് ഷിപ്പ്, അതായത് നിരീക്ഷണ കപ്പൽ എന്ന് പറയാം. നിരീക്ഷണം ആണ് റെക്കനൈസൻസ്. റെക്കി എന്ന ഷോർട്ട് ഫോമില് പട്ടാളക്കാരൊക്കെ പറയാറുണ്ട്. അത് ചാരക്കപ്പലാണ്. ഈ ചാരപ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഏക കപ്പലാണിത് ഇറാന് കയ്യിലുള്ളത്. ഈ കഴിഞ്ഞ ജനുവരിയിൽ 2 മാസം മുമ്പ് മാത്രമേ ഈ കപ്പൽ സേനയിൽ ചേർന്നിട്ടുള്ളൂ. ഏറ്റവും ആധുനികമായ കപ്പലാണ്. സാധാരണഗതിയിൽ ഇത്തരം കപ്പലുകളൊക്കെ ഈ ചരക്ക് കപ്പലുകൾ ഉണ്ടല്ലോ, അതുപോലെയാണ് ഉണ്ടാക്കുക. നിരീക്ഷണ കപ്പലുകൾ, ചാരക്കപ്പലുകൾ എന്ന് പറഞ്ഞാല് കൂടുതൽ സ്പേസ് ഒക്കെ കിട്ടും. പക്ഷെ ഇവര് യുദ്ധക്കപ്പൽ പോലെ തന്നെയാണ്. ഇത് അവിടെ തന്നെ ഉണ്ടാക്കിയതാ. ഈ യുദ്ധക്കപ്പൽ പോലെ തന്നെ ഒരു ചാരക്കപ്പൽ ഉണ്ടാക്കിയത് ലോകത്ത് അസാധാരണമാണ്. അങ്ങനെ വരുന്ന ആദ്യത്തെ കപ്പലാണെന്നാണ് ഈ പ്രതിരോധ ജേർണലുകളിലൊക്കെ കാണുന്നത്. അപ്പോ അത്യാവശ്യം വേണ്ടി വന്നാൽ യുദ്ധത്തിനും ഉപയോഗിക്കാം, ചാരപ്രവർത്തനത്തിനും മാത്രമല്ല എന്നുള്ള മട്ടിലാണ് ഈ കപ്പലിന്റെ നിപ്പ്. അപ്പോൾ സൗദി മാധ്യമം, ഔദ്യോഗിക മാധ്യമമാണ് അൽ ഹദത്ത് ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്ക ഇറാന്റെ ഏക ചാരക്കപ്പൽ മുക്കിയിരിക്കുന്നു എന്നുള്ളത് ചെങ്കടലില്. അത് മുക്കിയിരിക്കുന്നത് അൽ ഹദത്ത് പറയുന്നത് ഹൂത്തികള് ഇപ്പോൾ ചെങ്കടലില് അമേരിക്കയുടെ വിമാനവാഹിനി ആരിയസ് ട്രൂമാൻ നങ്കൂരമിട്ട് കിടപ്പുണ്ട് ചെങ്കടലിൽ. കുറെ നാളായിട്ട് അത് അവിടെ ഉണ്ട്. അതിൽ നിന്ന് ഈയിടെ 3-4 ദിവസം മുമ്പ് ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടന്നിരുന്നു. ഈ വിമാനവാഹിനികളിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങൾ യമനിലെ സനയിലും സധയിലും പോയി വലിയ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അത് നമ്മൾ ചർച്ചയും ചെയ്തിരുന്നതാണ്. അത് കഴിഞ്ഞ് ഈ ഹാരിയസ് ട്രൂമാൻ എന്ന് പറഞ്ഞ വിമാനവാഹിനിക്കെതിരെ ഹൂത്തികളുടെ ആക്രമണം നടക്കുന്നുണ്ട്. പക്ഷെ അത് ആക്രമണം മിക്കവാറൊക്കെ 160 കിലോമീറ്റർ അപ്പുറമൊക്കെ പോയിട്ടാണ് അവരുടെ ആക്രമണത്തിന്റെ മറ്റേ വെടിയുണ്ടോ ബോംബോ എന്താന്ന് വെച്ചാൽ പതിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും കൃത്യതയെ ഹൂത്തികൾക്കുള്ളൂ എന്ന് ഇതിന്റെ കമാൻഡർ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ 3ാമത്തെ ആക്രമണം ഈ ഹാരിയസ് ട്രൂമാൻ എന്ന് പറഞ്ഞ വിമാനവാഹിനിക്കെതിരെ നടത്തിയതിന് പിന്നാലെ ആണ് ഇത് മുക്കിയത് എന്നാണ് സൗദി മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോ ഇറാന്റെ മാധ്യമങ്ങൾ ഇത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇറാന്റെ മാധ്യമങ്ങൾ തള്ളിക്കളഞ്ഞത് ഞാൻ വായിച്ചു. പക്ഷെ 2 അമേരിക്കൻ മാധ്യമങ്ങൾ ഇത് തള്ളി എന്ന് പറഞ്ഞിട്ടാണ് ഇറാൻ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിരിക്കുന്നത്. അവരുടെ സേനാ വക്താവിനോടോ മറ്റോ ചോദിച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടി വിശ്വാസ്യത വരും. മാത്രമല്ല ഈ IRNA ഇറാന്റെ ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ടാണ് ഞാൻ നോക്കിയത്. അമേരിക്കൻ മാധ്യമങ്ങൾ 2 തള്ളി എന്ന് പറയുന്നതൊക്കെ അങ്ങനെ കൊള്ളാവുന്ന മാധ്യമങ്ങളും അല്ല. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത 2 അമേരിക്കൻ മാധ്യമങ്ങളാണ് വെസ്റ്റേൺ എക്സാമിനർ, അല്ല വാഷിങ്ടൺ എക്സാമിനർ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ വളരെ അറിയപ്പെടുന്ന ഒന്നുമല്ല, ന്യൂയോർക്ക് ചെറിയ ടാബ്ലോയിഡ് പോലെ അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കും. പിന്നെ ഒരെണ്ണം ന്യൂസ് മാക്സ്, ഇങ്ങനെ 2 എന്ന് പറഞ്ഞാല് മീഡിയ 1 തള്ളി എന്നൊക്കെ പറയുന്ന പോലെ പ്രാധാന്യമുള്ളൂ. അപ്പോ ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖത്താണ് ഇത് മുക്കിയത് എന്നും സൗദി പറയുന്നുണ്ട്. അവര് കുറെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖത്താണ് ഇസ്രയേലുമായിട്ട് സഹകരിച്ചിട്ടാണ് അമേരിക്ക ഇത് ചെയ്തത് എന്നും സൗദി പറയുന്നുണ്ട്. ഇനി സാഗ്രോസ് എന്ന് പറഞ്ഞ ഈ ചാരക്കപ്പലിനെ പറ്റി പറഞ്ഞാല് ജനുവരിയിലാണ് ഇറാൻ അത് ലോഞ്ച് ചെയ്യുന്നത്. കടലിൽ ഒരു വാച്ച്ഫുൾ ഐ, ഞങ്ങളുടെ ഒരു നിരീക്ഷണ കണ്ണാണ് ഇത് എന്ന് നേവി കമാൻഡർ റിയർ അഡ്മിറൽ ഷഹ്റാം ഇറാനി എന്ന് പറഞ്ഞിരുന്നു. സാഗ്രോ 313 എന്നാണ് ഇതിന്റെ മുഴുവൻ പേര്. ഇതില് ഈ ആധുനികമായ ഇലക്ട്രോണിക് സെൻസറുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ഒരുപാട് പുതിയ സംവിധാനങ്ങൾ അതിൻ്റെ അകത്തുണ്ട്.
ഇറാൻ തന്നെയാണ് പണിതത്. ഇറാനിലെ ജാസ്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പുതിയ നാവിക താവളം തുറക്കുമ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഈ ജനുവരിയിൽ പുതിയ നാവിക താവളം ജാസ്കില്, അതിൻ്റെ കൂടെ ഒരു ചാരക്കപ്പലും എന്ന് പറഞ്ഞിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഇതിന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗിൻഡ് എന്ന് പറയും, സിഗ്നൽ ഇൻ്റലിജൻസ്, അതിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സിഗിൻഡ് ചാരക്കപ്പലാണിത്. ഈ സിഗിൻഡ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് ഇത് ഒമാൻ ഉൾക്കടലിൽ ആണ് ഇത് സാധാരണഗതിയിൽ നിൽക്കുക. അമേരിക്കയുടെ, ഇറാൻ്റെ ഒക്കെ നീക്കങ്ങൾ നിരീക്ഷിക്കുക എന്നുള്ളതാണ് പണി. അപ്പോൾ ഈ നേവി കമാൻഡർ ഇറാനിക്ക് പുറമെ ചീഫ് ഓഫ് സ്റ്റാഫ്, മൊത്തം ആംഡ് ഫോഴ്സസിന്റെ സേനാ വിഭാഗങ്ങളുടെ മേധാവി ജനറൽ മുഹമ്മദ് ബഖേരി, അദ്ദേഹവും ഉണ്ടായിരുന്നു ഈ ലോഞ്ച് ചെയ്യുമ്പോൾ. ഈ കപ്പല് മൗജ് ക്ലാസ്, അതിലെ 6ാമത്തെ കപ്പലാണ്. ഈ മൗജ് ക്ലാസ് എന്ന് പറഞ്ഞ കപ്പലുകൾ മുഴുവൻ അവിടെ തന്നെ പണിയുന്നതാണ്. മൊത്തം 7 കപ്പലുകളാണ് മൗജ് ക്ലാസ്സിൽ വരുന്നത്. അതിൽ 6ാമത്താണ്. വേവ് ക്ലാസ് എന്നും പറയും. ഇത് ഡിസ്ട്രോയർ, ഫ്രിഗേറ്റ് എന്നൊക്കെ പറയില്ലേ, യുദ്ധക്കപ്പൽ. അതിൽ ആ രീതിയിലൊക്കെ ആണ് ഈ ചരക്കപ്പൽ വരുന്നത്. ചരക്ക് കപ്പൽ പോലെ അല്ല. ആകെ 7 എണ്ണമാണ് ആ ഫ്ലീറ്റിൽ വരുന്നത്, ആ ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ ബന്ദർ അബ്ബാസിലെ ഷിപ്പ് യാർഡ് ഉണ്ട്. ആ ഷിപ്പ് യാർഡുകളിൽ പിന്നെ ഷാഹിദ് താംജിദി ഷിപ്പ് യാർഡ്, 2 ഷിപ്പ് യാർഡുകളിലാണ് ഈ കപ്പലുകൾ പണിയുന്നത്. അപ്പോൾ പിന്നെ ഷാഹിദ് താംജിദിയിലെ ഷിപ്പ് യാർഡിൻ്റെ പേര് ബന്ദർ അൻസലി എന്നാണ്. അപ്പോൾ ബന്ദർ അബ്ബാസ്, ബന്ദർ അൻസലി, 2 സ്ഥലത്താണ് ഷിപ്പ് യാർഡുകൾ ഉള്ളത്. ഈ 2 സ്ഥലത്തും പണിയുന്നുണ്ട്. നോർത്തേൺ കാസ്പിയൻ ഫ്ലീറ്റിൻ്റെ അംഗമായിട്ടാണ് ഈ കപ്പൽ പ്രവർത്തിക്കുക, ചാരക്കപ്പൽ. 1500 ടണ്ണാണ്. മൗജ് ക്ലാസ് എല്ലാം ഇറാനിൽ തന്നെ പണിതതാണ്. ഈ മുമ്പ് ഈ മക്രാനിൽ ഒരു കൺവെർട്ട് ചെയ്തെടുത്ത കപ്പൽ, സാധാരണ ജോലിക്കൊക്കെ നടക്കുന്ന കപ്പലുകൾ കൺവെർട്ട് ചെയ്തത് മക്രാനിലൊരെണ്ണമുണ്ട്. പിന്നെ ഡ്രോണുകൾ വഹിക്കുന്ന ഒരു കപ്പൽ, ഡ്രോൺ ആക്രമണത്തിന് ഷാഹിദ് ബഗേരി എന്ന് പറഞ്ഞിട്ടൊരു കപ്പലും, മറ്റേ ഡ്രോൺ കാരിയർ ഷാഹിദ് ബഗേരി എന്ന് പേരുള്ള ഒരു കപ്പലും ഡ്രോൺ കാരിയറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് ഈ ചാരക്കപ്പലിന് ഊർജ്ജശേഷി ഗംഭീരമായിരിക്കണം. പിന്നെ ഈ സിഗിൻഡ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് വലിയ ഊർജ്ജശേഷി ഉണ്ടാകണം. സാഗ്രോസിന്റെ വാർഷിപ്പ് ഡിസൈനാണ് അത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ചരക്ക് കപ്പലുകൾ പോലെ മതി, പക്ഷേ ഇത് കപ്പലുകൾ പോലെയാണ്. ചരക്ക് കപ്പലാണെങ്കിൽ കൂടുതൽ സ്ഥലം ഉണ്ടാവും, പിന്നെ ഈസി ടു ഓപ്പറേറ്റ്, വളരെ എളുപ്പത്തിൽ പ്രവർത്തിപ്പിക്കാനൊക്കെ ചരക്ക് കപ്പലുകൾ അങ്ങനെയാണല്ലോ പോവുക. അങ്ങനെ പറ്റുമായിരുന്നു. പക്ഷെ മാത്രമല്ല, ഈ ചരക്ക് കപ്പലുകൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്രമിക്കാൻ എളുപ്പമാണ്. ചരക്ക് കപ്പലുകളെ മോർ വൾനറബിൾ ആണ്. അജയ്യം എന്ന് പറയാനില്ല, എളുപ്പത്തിൽ ആക്രമിക്കാം, മുക്കിക്കളയുകയൊക്കെ ചെയ്യാം. അങ്ങനെയാണ് ഇത്. റേഡിയോ സിഗ്നലുകൾ, അമേരിക്കയുടെയും ഇസ്രായേൽ കപ്പലുകളുടെയൊക്കെ റേഡിയോ സിഗ്നലുകൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കപ്പലുകൾ ഉദ്ദേശിച്ചിരുന്നത്. ഇന്ത്യ സമുദ്രത്തിലും അതിൻ്റെ അപ്പുറത്തും ഒക്കെ. അപ്പോൾ അമേരിക്കൻ വിമാനവാഹിനികളൊക്കെ ഉണ്ടാവുമല്ലോ ഈ പ്രദേശങ്ങളിലൊക്കെ, പ്രത്യേകിച്ചും അതിനെയൊക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇസ്രയേലിൻ്റെ ദൗത്യങ്ങൾ കണ്ടുപിടിക്കുക, അതൊക്കെയാണ് ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. 3 റാഡോമുകളിലായിട്ട് ആൻറ്റന്ന ഇതിൻ്റെ ഉണ്ട്, പ്രധാനപ്പെട്ട ആൻറ്റന്ന. റാഡോം എന്ന് പറഞ്ഞാൽ റഡാർ ഡോം, അതാണ് റഡാർ ഡോം. 4 ചെറിയ റാഡോമുകളും ഇതിൻ്റെ അകത്തുണ്ട്. അത് സാറ്റലൈറ്റ് ഉപഗ്രഹ വാർത്താവിനിമയത്തിന് വേണ്ടിയിട്ടാണ് ചെറുത്. മറ്റേത് റഡാർ. പിന്നെ ഇതിൻ്റെ അകത്ത് അഫാക് ജാമിംഗ് സ്റ്റേഷനും ഈ കപ്പലിൻ്റെ അകത്തുണ്ട്. അപ്പം ആദ്യത്തെ ചാരക്കപ്പലുകൾ വലിയ അത്യാധുനിക സംവിധാനങ്ങൾ, പക്ഷെ അത് മുഖ്യമായിട്ട് സൗദി
റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇറാൻ എന്ന് പറയുന്ന ഒരു ഭീഷണിയാണെന്ന് അമേരിക്ക കുറച്ച് നാളുകൊണ്ട് തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ട്രംപ് വന്നതിന് ശേഷം ഈ ഹൂത്തികളുടെ അറ്റാക്ക് ചെങ്കടലിൽ വരുന്നു എന്നുള്ള പ്രശ്നത്തിന് കാരണം. അപ്പോൾ അതിനെ ഈ ഇപ്പോൾ ഒരു അത് ഇറാന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു, ഹൂത്തികളെ ആക്രമിക്കുമ്പോൾ പറഞ്ഞിരുന്നു ഇവരുടെ പിന്നിൽ ഇറാനാണെന്നറിയാം, അപ്പോൾ ഇറാൻ ഇങ്ങനെ പെരുമാറുന്നത് ശരിയല്ല, ഇറാനും ആക്രമണം നേരിടേണ്ടി വരും. കാരണം ഖമനേയ്ക്ക് ഒരു കത്ത് നേരത്തെ ട്രംപ് കൊടുത്തു, മറ്റേ ഇറാനുമായിട്ട് മറ്റേ ഇസ്രയേലുമായിട്ടുള്ളതൊക്കെ പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടൊരു നീണ്ട കത്ത് ഖമനയെ അത് തള്ളിക്കളഞ്ഞു, മൈൻഡ് ചെയ്തില്ല ട്രംപിന്റെ കത്ത്. അതിനെപ്പറ്റി ഒരു റിപ്പോർട്ടിൽ ഞാൻ വായിച്ചത് ഈ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട് അമേരിക്കയും ഇസ്രയേലും ഒക്കെ. അപ്പൊ അതിന് കുറച്ച് സമയം എടുക്കുമല്ലോ. ആ സമയത്ത് ഇറാനെ സോപ്പിട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കത്തും മാത്രമായിരുന്നു അത്. അങ്ങനെയാണെങ്കിൽ അത് ഖമനേയ്ക്ക് മനസ്സിലായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇറാൻ ഏതായാലും മര്യാദയ്ക്ക് നിൽക്കുന്നില്ല എന്നാണ് ഈ ഹൂത്തികളുടെ ആക്രമണം കൊണ്ടും മനസ്സിലാകുന്നത്. ഞങ്ങൾ ഇതിനെ നേരിടും, നശിപ്പിച്ചു കളയും എന്നൊക്കെയാണ് ഇറാൻ പറയുന്നത്. പക്ഷെ ഇറാന്റെ അവസ്ഥ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുന്ന മട്ടിലാണ് ഇപ്പോൾ. തിരിച്ചാക്രമിക്കാനൊന്നും കയ്യിലില്ല. അവിടെ വൈദ്യുതി തന്നെ ഇല്ല, മര്യാദക്കില്ല. വൈദ്യുതി കട്ട് ഒക്കെ കാരണം ഒരുപാട് മറ്റേ ഊർജ നിലയങ്ങളും ഒക്കെ തകർത്ത് തരിപ്പണായി പോയതാണ്. അപ്പൊ അങ്ങനെയാണ് അത് നിൽക്കുന്നത്. പിന്നെ ടെഹ്റാന്റെ തലസ്ഥാനം തന്നെ അവിടുന്ന് മാറ്റുന്ന കാര്യമൊക്കെ നമ്മൾ നേരത്തെ ചർച്ചയൊക്കെ ചെയ്തിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എങ്ങനെ ഈ പറയുന്ന അതിജീവനവുമായി മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഇറാൻ എങ്ങനെ ഇനി ഔദ്യോഗികമായി ഇത് സമ്മതിക്കണം എന്ന കാര്യം മാത്രമേ ഉള്ളൂ മുമ്പിൽ, അല്ലെ? അവരുടെ കപ്പൽ നഷ്ടപ്പെട്ടു എന്നുള്ളത്. നഷ്ടപ്പെട്ടില്ല എന്ന് ഇറാൻ പറയുന്ന കഥ ഞാൻ പറഞ്ഞു. പക്ഷെ അമേരിക്കൻ മാധ്യമങ്ങളെ അമേരിക്കയിലെ രണ്ട് പീറ മാധ്യമങ്ങളെ ഉദ്ധരിച്ചിട്ട് ഇറാനിലെ സൗദിയിൽ ഇങ്ങനെയല്ല, അത് തെറ്റാണ്. ഇറാൻ പൈസ കൊടുക്കുന്ന മാധ്യമങ്ങളായിരിക്കും ആ രണ്ടെണ്ണം, അല്ലാതെ കൊള്ളാവുന്ന ആരും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇറാന്റെ സായുധ സേനയെ കോട്ട് ചെയ്താൽ പോരെ. ഇങ്ങനെ വിശ്വാസ്യതയില്ലാത്തൊരു വാർത്തയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.